അപ്പോൾ പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിൽ കോൺഗ്രസിൽ വീണ്ടും പോസ്റ്റർ യുദ്ധം. നെഗറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. തൃശ്ശൂരിലെയും ആലത്തൂരിലെയും തോൽവി പരിശോധിക്കുന്ന KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ആവശ്യം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലുള്ള പോസ്റ്ററിൽ പറയുന്നു. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ, തൃശ്ശൂരുകാരുടെ ഗറില്ല യുദ്ധമാണെന്ന് തോന്നുന്നു ഈ പോസ്റ്റർ യുദ്ധം, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ. തുടർച്ചയായിട്ട് കോൺഗ്രസ് ഈ പോസ്റ്റർ യുദ്ധം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം പോസ്റ്റർ യുദ്ധം തിരിച്ചു വരികയാണോ തൃശ്ശൂരിൽ? അരുൺകുമാർ, തൃശ്ശൂർ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾക്ക് ഒരിക്കലും അവസാനം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം ഇതിന് പതിറ്റാണ്ടുകളുടെ ഈ അസ്വാരസ്യങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. അത്തരത്തിലുള്ള പാരമ്പര്യത്തിൽ തുടർച്ചെന്ന് വേണം പറയാൻ. നിരന്തരമായ പ്രശ്നങ്ങൾ, ഇവിടെ DCC പ്രസിഡന്റിനെ പോലും കൃത്യമായി പോസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ തന്നെ 10-12 ഗ്രൂപ്പുകൾ തലപൊക്കും. പണ്ട് എയും ഐയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എയിൽ തന്നെ 10 ഗ്രൂപ്പും ഐയിൽ തന്നെ പല ഗ്രൂപ്പുകൾ. ഇത്തരത്തിൽ വിഘടിതമായ കോൺഗ്രസിന്റെ ഒരു കാലത്ത് ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന തൃശ്ശൂർ, കെ കരുണാകരന്റെ കാലം എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രം തൃശ്ശൂരായിരുന്നു. പക്ഷെ ഏറ്റവും ദുർബലമായ ഒരു സ്ഥലമായി തൃശ്ശൂർ മാറി. എന്നിട്ട് പോലും പാഠം പഠിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരത്തിൽ പോസ്റ്റർ യുദ്ധങ്ങളും പരസ്പരം പഴിച്ചാരലുകളും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ പരാജയത്തിൽ ഉണ്ടായ അതിദയനീയമായ തോൽവിയെ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം, അത് സംബന്ധിച്ച നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂർ DCC അതുപോലെ തന്നെ പ്രസ് ക്ലബിലേക്ക് മുൻപിലാണ്. പ്രസ് ക്ലബിന് മുന്നിലേക്ക് പോസ്റ്റർ വെക്കുക എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ കാണുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടുന്ന അസ്വസ്ഥതകളുടെ പ്രതിഫലനം എന്ന് നമുക്കതിനെ പറയാൻ കഴിയും. എനിക്കൊന്ന് ജെയ്സനെ കാണിക്കാൻ വേണ്ടി മാത്രം അവർ ആ പോസ്റ്റർ അവിടെ ഒട്ടിച്ചതാണെന്നാണ് തോന്നുന്നത്. ഈ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നവർ കൃത്യമായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ പോസ്റ്റർ റിപ്പോർട്ട് ചെയ്തേക്കുന്ന റിപ്പോർട്ടർ ജെയ്സനാ. നമുക്ക് ആ പോസ്റ്റർ കണ്ടാൽ തന്നെ ദയനീയമായി തോന്നും. ഇത്രയും കൂടെ വലിയ പോസ്റ്റർ ഒരു 2-3 പോസ്റ്ററെങ്കിലും പതിക്കാമായിരുന്നു എന്നതാണ്. അത്രയേറെ ദയനീയമാണ് പോസ്റ്ററിന്റെ സ്ഥിതി. ഏതായാലും ആ പോസ്റ്റർ ചെറുതായാലും വലുതായാലും വിഷയം കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ശരിയാണ്. ഓക്കെ ജെയ്സൺ.